കുട്ടിയും നമുക്ക് പോവാലോ. അച്ചോട് പറ. എന്താ സുധിയേട്ടാ, 2 ദിവസമല്ലേ ഉള്ളൂ, ഒന്ന് ചിരിക്ക്, ഇല്ലെങ്കി എനിക്ക് വിഷമാവും. പൊന്നെ വാ വാ വാ. ഓ നല്ലോണം നിർത്ത്. അവിടെ പിടിച്ചിരുന്നോളേ, ചെത്തിയൂറിനെ വിളിക്കണേ. ഹലോ ചിത്രണ്ടാ, എന്താടാ വൈകുന്നേരം ഇങ്ങോട്ട് പോരിട്ടോ. എത്ര മണിക്ക്? സുരേഷ് ഭാഷേ വന്നോളൂ വന്നോളൂ. ശരി ശരി, ഞാൻ എത്തിക്കോളാം. ശരിയേട്ടാ. ഓ തീർച്ചയായിട്ടും. ആ ഗിരീഷേട്ടാ ആണോ? സുരേഷേട്ടാ എത്തുടാ ഊഷ. അല്ല സുമി അവിടെ ഇല്ലാത്തതിന്റെ ആഘോഷ. ഏതായാലും ആ വീട് പൊളിച്ച് പന്തലിടുന്ന തോന്നുന്നത്. സുമി, എന്റെ അണ്ടർവെയറും എടുത്തൊക്കെ. ദേതാടി എടുത്തു വെച്ചേ, ഒരു ശ്രദ്ധയില്ല. കളിക്കല്ലേ സുമി, അല്ലെങ്കിൽ തന്നെ സമയമില്ല. സുമി നീ കഴിച്ചോ? സുമി എന്താണ് ഇത്? സുമി സുമി സുമി, ഞാൻ ഇവിടെ ഉണ്ട്. എന്തിനാണ് ഇതെടുത്തിന്റെ ഡിഷിനൊപ്പം വെച്ചേ? ഇഷ്ടപ്പെട്ട സാധനല്ലേ, അപ്പൊ ചട്ടിനി കുട്ടി കഴിച്ചോട്ടെന്ന് കരുതി. തോന്നിയാസം പറയുന്നു. തോന്നിയാസം നിങ്ങൾക്ക് ചെയ്യല്ലേ? മിണ്ടരുത്. എനിക്കിത് നിങ്ങളുടെ തലാണേന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ. ആരതാ അത്? 2 ദിവസം ഞാൻ വീട്ടിൽ പോയി നിന്നപ്പോ നിങ്ങൾ ആരെ ഇവിടെ വിളിച്ച് കയറ്റിയത്? അതോ ഏതെങ്കിലും കുളിമുറി പോയി പൊക്കിയതോ? ആഹാ, കണ്ട് വൃത്തിയുടെ മുഴുവൻ കാണിച്ചിട്ട് എന്റെ നേരെ വരിക അല്ലേ? സുമി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലേ എനിക്കെല്ലാം മനസ്സിലായി. വഴി കാണുന്ന തടിച്ചുകളുടെ ചന്തിയിലേക്കുള്ള നോട്ട ഇതിനായിരുന്നല്ലേ? എനിക്ക് ഇത്ര തടീന്റെ കുറവേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്റെ അടുത്തുണ്ട്.
ഇങ്ങനെ ഇക്കണക്കിന് ഞാൻ പ്രസവിക്കാൻ പോയപ്പോ ഇവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവോ? ദൈവമേ, ഏത് ചന്തിമെന്ന് ഇറങ്ങിയിട്ടാണ് ഇങ്ങിട്ട് ബെഡ്റൂമിൽ കയറി കിടന്ന് നായിന്റെ മോളെ. പിന്നെ ഈ ചെക്കൻ ജനിക്കുന്നതിന്റെ മുമ്പേ ഭയങ്കര അലമ്പാ. ആണോ പെണ്ണോ എന്നറിയാൻ അച്ഛൻ ഇങ്ങനെ ടോർച്ചടിച്ച് നോക്കുമ്പം ആരാണ് നായിന്റെ മോനെ കണ്ട് ടോർച്ചടിക്കുന്നു ഉള്ളെന്ന് ചോദിക്കുക ഈ ചെക്ക്. കിണ്ടിയിൽ ഒരു തുള്ളി വെള്ളമില്ലല്ലോ. മക്കളെ, ഇത്തരം സന്ദർഭങ്ങളിൽ മദ്യത്തിന്റെ കൂടെ മധുരാക്ഷിയും കൂടെ വേണം. അതിന്റെ മോനെ, ചിത്രേട്ടാ, നിങ്ങൾ സത്യം പറയണം. ഞാൻ നമ്മളെ പരിപാടിക്ക് ഞാൻ നാളിനടിച്ച് ഓഫായി പോയപ്പോ യതിയേട്ടന്റെ ചെറ്റത്തരത്തിൽ നിങ്ങളും കൂടിനോ? എന്താ സുധിയ? എന്റെ ബെഡ്റൂമിന് ഏതോ തടിച്ചി പെണ്ണിന്റെ അഴിച്ചിട്ട പഴയ ഷഡ്ഡി കിട്ടീന് സുമിക്ക്. അടച്ചോനെ, ആർതാടാ അത്? അതിനെയാണ് ഞാൻ ചോദിക്കുന്നത്. എടാ, യതിയേട്ടൻ വെള്ളച്ചന്ത പറഞ്ഞു വിചാരിച്ച് അയാളങ്ങനത്തെ ചെറ്റത്തരൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നില്ല. നീ സോഫയിൽ കിടന്നുറങ്ങിയപ്പോ പിന്നെ ഞങ്ങളൊക്കെ എഴുന്നേറ്റ് മേശയൊക്കെ വൃത്തിയാക്കി ഏറ്റവും അവസാനം പോയത് ഞാനാ. സാരിയോ സുമിയെ? മോളെ മോളെ, നീ വേണ്ടാത്തത് കാണിക്കല്ലേ. അയ്യടാ, വേണ്ടാത്തത് കാണിക്കരുതെന്ന്. വേണ്ടാത്ത ആരെ കാണിച്ചേ? സുധിയേ, എടാ ഒരു ലുങ്കി കൊണ്ടുവരാ. ബെഡ്റൂമിലിട്ട് സുരേഷേട്ടാ, അവിടെ എടുത്തോ. നോക്കണേ. ഒരു കാറ്റ് കിട്ടിയപ്പോ എന്താ സുഖം. നല്ല സുഖണ്ടല്ലേ? ഞാൻ നോക്ക് കൊണ്ട കിട്ടി കിട്ടി കിട്ടി. ഇത് സുരേഷ് ഏട്ടൻ പറ്റിച്ച പണിയാ. സുമി സുമി, വാതിൽ തുറക്ക്. എടി, ഇത് സുരേഷ് ഏട്ടന്റെ പണിയാ. നീ പോയ ദിവസം ഞങ്ങൾ എല്ലാവരോടും ഇവിടെ കൂടിയുള്ള നേരാ. അന്ന് സുരേഷ് ഏട്ടൻ നമ്മുടെ ബെഡ്റൂമിൽ ലുങ്കി അയച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് മൂപ്പരയിച്ചിട്ട് തന്നെയാ, ഉറപ്പാ. ഓ എടി സത്യ, ഞാൻ വേണേതാ സുരേഷറിനെ വിളിച്ചുതരാം. നീ തന്നെ നേരിട്ട് ചോദിച്ചു. വേണ്ട സുധിയേട്ടാ, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ. മൂപ്പരിപ്പോ പെണ്ണുങ്ങളുടെ ഷഡ്ഡിയാണല്ലോ ഇടാറ്. അതും ശരിയാണല്ലോ. കളക്ടർ ക്ഷണിക്കുന്ന കാര്യം ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞോളാം. അവര് ഫ്രണ്ട്സാ. വേണ്ട വേണ്ട, ഓർഫനേജിലേക്ക് നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തതല്ലേ. ഇത്തവണ നമുക്ക് വൃദ്ധസദനം മതി. അവിടെ ആവുമ്പോ ആ ചുക്കി ചുളിഞ്ഞ ആളുകളുടെ ഇടയിൽ നമ്മളൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്താ നല്ല രസമുണ്ടാവും. പ്രകാശിനൊന്ന് വിളിച്ച് പറഞ്ഞാ പോരെ, ചാനലുകാരങ്ങ് എത്തില്ലേ? ഓക്കേടാ, ഞാനിത് ഇറങ്ങി. ഓ ആ സുമി, ഞാൻ ഇപ്പൊ വിചാരിച്ചേയുള്ളൂ, ക്ലബിൽ മീറ്റിംഗിൽ നീ വരുന്നില്ലേ? സന്ധ്യജി, സുരേഷ് ഏട്ടൻ ഉണ്ടോ അവിടെ? ആ ഉണ്ട്. താഴെ എന്തോ പണിയില്ല. എന്തേ? അല്ല, സുരേഷ് ഏട്ടൻ നിങ്ങളെ ഷഡ്ഡിയാടല്? എന്ത്? സുരേഷ് ഏട്ടൻ സ്ഥിരമായിട്ട് നിങ്ങൾ അണ്ടർവെയർ ആണോ ഉപയോഗിക്കുന്നത്? ഇത് എന്ത് ചോദ്യാടി? സുരേഷ് ഏട്ടൻ ഇവിടെ എത്ര അണ്ടർവെയർ ഉണ്ട് പുതിയത്? പിന്നെ എന്തിനാ എന്റേത്? അല്ല, ഇതെന്താ നീ ഇങ്ങനെ ഷെഡിയുടെ കണക്കെടുക്കാൻ? അത് എന്റെ ഹസ്ബൻഡിന്റെ. സുധിയില്ലേ അവിടെ? അല്ല സന്ധ്യച്ചിയെ, ഇവിടെ ചെറിയൊരു പ്രശ്നം. ഞാൻ 2 ദിവസം വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോ തലേണേന്റെ അടിയിൽ ഏതോ ഒരു തടിച്ച് പെണ്ണിന്റെ വൃത്തികെട്ട ഒരു പഴയ ഷഡ്ഡി. സുരേഷ് ഏട്ടൻ ഇവിടെ വന്നപ്പോ അഴിച്ചിട്ടതായിരിക്കും എന്നാ സുധിയേട്ടൻ പറയുന്നത്. അതൊന്നും അറിയാൻ വേണ്ടി വിളിച്ചതാ. ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. സൈസ് കണ്ടിട്ട് ഏതോ ഒരു തടിച്ച് പെണ്ണിന്റെ ആണെന്ന് ഉറപ്പാ. അങ്ങനെ ഒരു ഷഡ്ഡി ഉണ്ടോ സന്ധ്യച്ചിക്ക്? നരച്ച നീല നിറത്തില് ഓട്ടൊക്കെ ആയിട്ട്.
നീ എന്താ ഈ പറയണത്? എന്റെ ഡ്രസ്സിംഗ് ഒക്കെ നീ കാണാറുള്ളതല്ലേ? എടി, അണ്ടർവെയർ ഒന്നും 6 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ മാസം ക്ലബിൽ ഡോക്ടർ വന്നപ്പോ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഞാനൊക്കെ അതിന് മുൻപേ അങ്ങനെ. എന്റേതല്ല, നീ സുതിയോടെ ഒന്ന് ചോദിച്ചു നോക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? കാര്യം മനസ്സിലായില്ലേ? ഇതാ ഞാൻ പറഞ്ഞേ. വെറുതെ എന്നെ സംശയിച്ചില്ലേ? ഇതേതായാലും ഫേസ്ബുക്കിലൊന്നും ഒരെണ്ണം, ജസ്റ്റ് എൻ അണ്ടർവെയർ, ഫുള്ള് ലൈക്കായിരിക്കും. അതിനു മുമ്പ് ആ സുരേഷ് ഏട്ടനെ വിളിച്ച് 4 തെറി പറയട്ടെ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് കാല് നീട്ടിയിരുന്ന് കളിക്കുന്നുണ്ടില്ലേ? ശരിയാക്കി തരണ്ട ഞാൻ. മനുഷ്യന്റെ മാനം കെടുത്തി അടങ്ങുന്നു പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. ആരാടി? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എന്റെ പഴയ ഷെഡിട്ട് പോയതും പോരാ, അത് അവിടെ അഴിച്ചിട്ട് വന്നിരിക്കുക. അതെങ്ങനെ നീ അറിഞ്ഞ്? പ്രശ്നാക്കണ്ടടി, ഞാൻ വൈകുന്നേരം പോയിട്ട് എടുത്തോണ്ട് വരുന്നുണ്ട്. അത് എവിടെയും പോവില്ലടോ, സൂതിന്റെ വീട്ടിലല്ലേ. ബോധരത്തിന് മനുഷ്യൻ. എന്ത് പറ്റിടി? ഇതേ മനുഷ്യ, അതെങ്ങനെ എന്റെ ഷെഡിയാണ് സുതിയോടെ മറ്റേ പറഞ്ഞോ? ഇപ്പൊ അങ്ങനെയായോ? അപ്പൊ അത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരണ്ടേ? സുതിയെ 100 ആയുസാബാഹ എനിക്ക് ഇപ്പൊ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ആ പിന്നെ ഷഡ്യ ഞാനോ? എനിക്കെന്താ പ്രാന്തായി പോയി. സുതിയെ റേഞ്ച് ഇല്ലടാ. ആ ആ പിന്നെ വിളി. ആ സുമിയേ, അത് സുരേഷ് ഏട്ടന്റെ അല്ലോലെ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉരുക്കുപോലെ എന്ന് നമ്മൾ കരുതുന്ന പലതും ഉപ്പുപോലെ പൊടിഞ്ഞു വീഴാൻ വലിയ വലിയ കാരണങ്ങളൊന്നും വേണ്ട തന്നെ. ഏതായാലും ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല.